ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു സ്വീറ്റ് റെസിപ്പിയാണ്. വാട്ടർമെലൺ വെച്ചിട്ട് ഒരു ഹൽവയാണ്. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1 ലിറ്റർ വാട്ടർമെലൺ ജ്യൂസ് എടുത്തിട്ടുണ്ട്. 1 ലിറ്റർ എന്ന് പറയുമ്പോൾ ഈ ഒരു 250 ml കപ്പിൽ 4 കപ്പ് ഉണ്ട്. പിന്നെ വേണ്ടത് 1/4 കപ്പ് നെയ്യ് വേണം. പിന്നെ 1 കപ്പ് പഞ്ചസാര, 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാഷ്യൂ നട്ടും 1 ടേബിൾ സ്പൂൺ ബദാമും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ 1/4 കപ്പ് കോൺഫ്ലോർ പൗഡർ. അപ്പോൾ ഫസ്റ്റ് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എടുത്തു വെച്ചിട്ടുള്ള ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒരു സ്പൂണോ വിസ്കോ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് കോൺഫ്ലോർ പൗഡർ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പൊടിയൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്, കട്ടയൊന്നും ഇല്ലാണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് കുക്ക് ചെയ്തെടുക്കാം. ഫസ്റ്റ് ഇത് വെക്കുമ്പോൾ തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തിട്ട് കുറച്ച് തിക്കായിട്ട് വരുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടായിട്ട് കുറുകി വരുന്നുണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് കൈ വിടാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കുറുകി തുടങ്ങിയാൽ കൈ വിടാതെ നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നല്ലൊരു ഡാർക്ക് കളറായിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള 1/4 കപ്പ് നെയ്യ് ഒരു 3-4 പ്രാവശ്യമായിട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ കുറച്ച് ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഞാൻ 1/4 കപ്പ് മുഴുവനായിട്ട് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ആവുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഒരു 10-15 മിനിറ്റ് എടുക്കും ഇത് റെഡിയാവാൻ വേണ്ടി. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കാം. ഇത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കാഷ്യൂ നട്ടും ബദാമും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് നന്നായിട്ട് ഇതുപോലെ പാനിൽ നിന്ന് വിട്ട് വരണം. കണ്ടോ? അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. പാനിൽ നിന്ന് നന്നായിട്ട് ഇത് വിട്ട് വരുന്നുണ്ട്. ഇതുപോലെ ആവുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഹൽവിന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്റ്റീൽ പാത്രത്തിൽ കുറച്ച് നെയ്യൊന്ന് പുരട്ടിയിട്ടുണ്ട് ഫുള്ളായിട്ട്. ഇനി ഇത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊരു 2 മണിക്കൂർ സെറ്റ് ആവാൻ വേണ്ടി മാറ്റി വെക്കാം. ഇപ്പോൾ ഒരു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് ചൂടൊക്കെ പോയി സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ സൈഡിൽ നിന്നൊക്കെ ഇതുപോലെ ഇങ്ങനെ വിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ? ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഹൽവ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ആ പാത്രത്തിൽ നെയ്യൊക്കെ തേച്ചതുകൊണ്ട് ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിന് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് കട്ട് ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പിയായി വരുന്നവരെയും ബൈ.